നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നാണ്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ സ്പോട്ട് ചെയ്യാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ICT കോൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, അതുപോലെ നല്ല രീതിയിൽ ട്രേഡ്സ് കിട്ടുകയും ചെയ്യും പഠിച്ചു കഴിഞ്ഞാൽ. ICT കോൺസെപ്റ്റിൽ ഗ്യാപ്പ് ട്രേഡിങ് അതല്ലെങ്കിൽ ഗ്യാപ്സ് സ്പോട്ട് ചെയ്യുന്നതിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിപ്പോൾ ഗ്യാപ്പ് അപ്പ് വരുന്ന സമയത്തുള്ള ഓപ്പണിംഗ് ഗ്യാപ്പ് ആയിക്കോട്ടെ, ന്യൂ വീക്ക്ലി ഗ്യാപ്പ് ആയിക്കോട്ടെ, അതുമാത്രമല്ല ചാർട്ട്സിൽ വന്ന ഗ്യാപ്പ് ഇംബാലൻസ്, അതുപോലെ വോളിയം ഇംബാലൻസ്, ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG എന്നാണ് ഇത് പറയാം. മെയിൻലി ഇതൊരു ഇംബാലൻസ് ആണ്. ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഇൻഎഫിഷ്യൻസി. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ICT കോൺസെപ്റ്റിലാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന ടൈം ഉപയോഗിക്കാം. ബാക്കി SMC കോൺസെപ്റ്റിലാണ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്നാണ് പറയാം. മെയിൻലി ഇതെന്താണ് മീൻ ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഏരിയ ചാർട്ടിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ള ബയ്യേഴ്സ് സെല്ലേഴ്സും ഓക്കെ ഫസ്റ്റ് അസ്യൂം നമുക്കറിയാം ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതൊരു അസറ്റ് ആയിക്കോട്ടെ അത് വിൽക്കണമെങ്കിൽ ആ പ്രൈസിൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഒരു ബയ്യറും വേണം, അതേ എമൗണ്ട് ഓഫ് സെല്ലറും അവിടെ തന്നെ വേണം. ബയ്യേഴ്സിനും സെല്ലേഴ്സിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ അവിടെ ഒരു ട്രേഡ് നടക്കുകയുള്ളൂ. ബേസിക് കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് എന്താ പറയുന്നത്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേഞ്ചിൽ ബയ്യേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിന് തമ്മിലൊരു ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് വരും. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് കിടക്കുന്നുണ്ടാവും, അവിടെ ഒരു ഇംബാലൻസ് ഒരു ഇൻഎഫിഷ്യൻസി അവിടെ ഉണ്ടായി. ജസ്റ്റ് അസ്യൂം ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യണം, ഇത് അപ്വേർഡ് മൂവ്മെൻ്റാണ്. ഈ ഒരു ഏരിയയിൽ ഫുൾ ബൈ ഓർഡർ ഫില്ല് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബൈ ഓർഡർ കൂടി അവിടെ കിടക്കുന്നുണ്ട്. സോ പ്രൈസ് തിരിച്ചിങ്ങോട്ട് വരും, ബൈ ഓർഡേഴ്സ് എടുത്തുകൊണ്ട് പോകും. ഒരു എഫിഷ്യൻസി അതിൻ്റെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഇംബാലൻസ് പ്രൈസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രൈസ് റിട്ടേൺ വരും, അതിൻ്റെ പ്രൈസ് റിയാക്ട് ചെയ്യും. ഇതാണ് ബേസിക്കായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസെപ്റ്റ്. സോ ഇതെങ്ങനെ ചാർട്ടിൽ സ്പോട്ട് ചെയ്യാം, നമുക്ക് ചാർട്ടിൽ എങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടുപിടിക്കാം. ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 3 ക്യാൻഡിൽ എടുക്കുക. ഓക്കെ, 2 3 ഈ 3 ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ഏരിയയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, അതായത് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇല്ല. അങ്ങനത്തെ ഏരിയാസാണ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ചാർട്ടിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. പ്രൈസ് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. സോ നമുക്കിതെങ്ങനെ ട്രേഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് റിയാക്ട് ചെയ്ത് പോയി ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ച് റീ എൻട്രി ചെയ്തു, പിന്നെ ഒന്നുകൂടി റിയാക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ എൻട്രി പോവുക. ഇനി ഇത് ചാർട്ടിൽ എങ്ങനെ സ്പോട്ട് ചെയ്ത് നോക്കാം. ഇത് നസ്ഡാക്ക് മിനിയുടെ ചാർട്ടാണ്, ഇന്ത്യൻ മാർക്കറ്റ് ചാർട്ട് തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. സോ അത് ഏതൊരു പ്രൈസിലും ഏതൊരു ഫിനാൻഷ്യൽ ചാർട്ടിലും നമുക്കിത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ 3 ക്യാൻഡിൽ, ഗ്രീനാണ് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ്, തേർഡ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ, അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്ക് തേർഡ് ക്യാൻഡിലിൻ്റെ വിക്കും തമ്മിൽ കണക്ഷനില്ല, അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ റെക്റ്റാങ്കിളോ ഏതെങ്കിലും നിങ്ങൾ ടൂൾ എടുക്കുക, ഗ്യാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക.
സോ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തു. അതിനുശേഷം പ്രൈസ് നമുക്ക് ആ ഏരിയയിലേക്ക് എൻട്രി ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. സോ അവിടെ നമ്മൾ എൻട്രി വരാം. അവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്തു. ടാർഗറ്റ് എപ്പോഴും സിങ് ഹൈ അല്ലെങ്കിൽ സിങ് ലോ ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ലെവൽ വരെ ട്രേഡ് ഉള്ളൂ. ഓക്കെ, ICTയിൽ സിങ് ഹൈസും സിങ് ലോസുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺസ്. കാരണം എല്ലാ സിങ് ഹൈസും സിങ് ലോസിൻ്റെ മേളിൽ ലിക്വിഡിറ്റി ഏരിയ ആയിട്ടാണ് ICT കൺസിഡർ ചെയ്യുക. സോ അവിടെ വരെയാണ് നമുക്ക് എല്ലാ എൻട്രിയിലും എല്ലാ സെറ്റപ്പിലും ടാർഗറ്റ്സ് വരാം. ഇനിയിപ്പം നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവും എന്നൊക്കെയാണെങ്കിൽ നമുക്ക് വീണ്ടും ട്രേഡ് ഹോൾഡ് ചെയ്യാം. പക്ഷെ അപ്പോൾ നമ്മളവിടെ റിസ്ക് മാനേജ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ഏറ്റവും നല്ല ഫെയർ വാല്യൂ ഗ്യാപ്സ് സ്പോട്ട് ചെയ്യണം എപ്പോഴും ഒരു കംപ്രഷൻ കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഈ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തു, ഹയർ ഹൈ ഹയർ ലോ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടെ കുറച്ച് നേരം കംപ്രസ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂവ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ വന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിനായിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ ഒരു കംപ്രഷൻ കഴിഞ്ഞിട്ട് ഹയർ ഹൈ ഫോം ചെയ്തു, ഇവിടെ പ്രൈസ് ചെറിയ രീതിയിൽ ഒരു ചെറിയ കംപ്രഷൻ തന്നു, അതുകൊണ്ട് പ്രൈസ് പിന്നെ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ ഒരു ഏരിയയിൽ വന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിനായിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. സോ അത് നിങ്ങളൊന്ന് ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്താലും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സിൽ നോക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു റാലി ഫുള്ള് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻഡിൽസ് തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെയൊക്കെ ഫോം ചെയ്യും. അതായത് നമുക്ക് ട്രേഡ് എടുക്കേണ്ട ഗ്യാപ്പ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി PDRA എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. PDRA നോക്കാനായിട്ട് ഈ റാലി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റിൽ നിന്ന് ഇത് എൻഡ് ചെയ്യണ പോയിന്റ് വരെ ഒരു ഫിബ് ടൂൾ എടുക്കുക. അതിൻ്റെ അകത്ത് 0.5 റേഞ്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഡിസെലക്ട് ചെയ്തിട്ട് 0.5 റേഞ്ച് മാത്രം നോക്കുക. എന്നിട്ട് അടിയിലേക്കുള്ള സോൺ ഡിസ്കൗണ്ട് സോണും മേളിലേക്കുള്ള സോൺ പ്രീമിയം സോണുമായിട്ട് കൺസിഡർ ചെയ്യണം. ഈ ഡിസ്കൗണ്ട് സോണിൽ ഏറ്റവും അടിയിൽ വന്ന ഏരിയ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സോണിൽ വന്ന ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ് കൂടുതൽ പ്രോബബിലിറ്റി തന്നത്. ഇക്വിലിബ്രിയം 0.5 റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയമാണ്. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ അടിയിലേക്കുള്ള പോർഷനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലൈക്ക് PDRAയുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ ഏറ്റവും അടിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ചൂസ് ചെയ്യേണ്ടത്. ബെയറിഷ് ആണെങ്കിൽ ഏറ്റവും മേലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചൂസ് ചെയ്യണം. ലൈവ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ സോണിൽ ഏറ്റവും അടിയിലുള്ള ബുള്ളിഷ് സിനാറിയോയിൽ ഏറ്റവും അടിയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ട്രേഡ് എടുക്കേണ്ടത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നു, പക്ഷേ റിയാക്ട് ചെയ്തു. പക്ഷെ അവിടെയല്ല ശരിക്കുള്ള ട്രേഡ് വരേണ്ടത്. ആ ട്രേഡ് ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്തിട്ടില്ല, നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷെ എന്നാൽ അടിയിലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് എൻറ്റർ ചെയ്തിട്ട് സ്റ്റിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിങ് ഹൈ ടാർഗറ്റ് തന്നു, സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു, ഓൾമോസ്റ്റ് ടാർഗറ്റ് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലൈവ് മാർക്കറ്റാണ് നെസ്ഡാക്കിൻ്റെ. സോ അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അടിയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എടുക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്രഷൻ കഴിഞ്ഞിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സിനായിരിക്കും കൂടുതൽ വാലിഡിറ്റി ഉള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ രീതിയിൽ മാർക്കറ്റ് ഇവിടെ ഒരു കംപ്രഷൻ തന്നു, ഇവിടെ നല്ല മൂവ്മെൻറ്റ് വന്നിട്ട് ഇവിടെ ഒരു കംപ്രഷൻ തന്നു. അത് ഇതിൻ്റെ ഫോം ചെയ്തെടുക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിനാണ് കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്. എപ്പോഴാണ് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് റിയാക്ട് ചെയ്തില്ല, റെസ്പെക്ട് ചെയ്യാണ്ട് പോയി. ആദ്യം കാണിച്ച എക്സാമ്പിൾ തന്നെ ബെയറിഷാണ്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഈ കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഇംപ്ലൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. മെയിനായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ നോക്കാം.
ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം. ഇംപ്ലൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര അധികം വരാറില്ല. ഇത് കൂടുതലും 24 hours ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ്സ് ഉണ്ടല്ലോ, ഫോറക്സ്, ക്രിപ്റ്റോ അല്ലെങ്കിൽ നെസ്ഡാക്കിൻ്റെ, എന്തായാലും 24 hours മാർക്കറ്റിലാണ് കൂടുതലും അങ്ങനത്തെ ഇംപ്ലൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണാം. സോ ഇത് നിങ്ങൾ നോക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു 1 to 2 weeks എന്തായാലും ഇരുന്ന് ഓഫ് മാർക്കറ്റ് അവേഴ്സിൽ ഒരു 3 months ബാക്കിലേക്കുള്ള ചാർട്ട്സ്, എല്ലാ ദിവസത്തെ ചാർട്ട്സ്, മിനിമം 2 months എങ്കിലും എല്ലാ ദിവസത്തെ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പിന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങളെന്തായാലും നല്ല രീതിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ PDRA ചെയ്യാം, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ചെയ്യാം. സോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.